ചില ഭാഗങ്ങളിൽ ചുടുകട്ട കിട്ടിയിട്ടുണ്ടെങ്കിലും പ്രധാന ഭാഗങ്ങളൊക്കെ മണ്ണുകുഴച്ച് ചുവരുണ്ടാക്കിയിരിക്കുന്ന ഒരു വീട്. വണ്ടി നിർത്തി ഞാൻ ഇറങ്ങിയപ്പോൾ വീട്ടിൽ നിന്നും ഒരാൾ ഇറങ്ങി വന്നു. അദ്ദേഹത്തെ പരിചയപ്പെട്ടു. പ്രേംലാൽ എന്നാണ് പേര്. അദ്ദേഹത്തിന്റെ ഭാര്യ മുറ്റമടിക്കുന്നുണ്ട്. ഉച്ച കഴിഞ്ഞ നേരത്താണ് മുറ്റമടിക്കൽ. വീട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചു. കയറി വരാൻ പറഞ്ഞു അയാൾ. അങ്ങനെ ഞാൻ വേലിയുടെ ഒരു ഭാഗത്തുകൂടി കയറി ചെന്നു. പ്രേംലാൽ ഒരു തൊഴിലാളിയാണ്. പട്ടണത്തിൽ പല പണിയും ചെയ്യും. 300 രൂപയാണ് ഒരു ദിവസത്തെ കൂലി. ഗോഡൌണുകളിൽ സിമന്റ് ഇറക്കലാണ് പ്രധാന പണി. അതിനെക്കുറിച്ചൊക്കെയാണ് പ്രേംലാൽ പറയുന്നത്. ഇടയ്ക്ക് കൃഷിയിടങ്ങളിൽ കിളയ്ക്കാനൊക്കെ പോകും. എങ്കിലും ടൗണിലെ സിമന്റ് കടയിൽ സിമന്റ് ഇറക്കൽ തന്നെയാണ് പ്രധാന പണി. ഭാര്യ മുറ്റത്തിരുന്ന് എന്തൊക്കെയോ പണിയെടുക്കുന്നു. ഇന്ന് അസുഖമായതിനാൽ പ്രേംലാൽ പണിക്ക് പോയിട്ടില്ല. കണ്ണിന് വേദനയാണെന്നാണ് പറഞ്ഞത്. ഭാര്യ ഞങ്ങളെ ഗവനിക്കാതെ ജോലിയിലാണ്. ഇതാണ് ഇവരുടെ വീട്. അവസ്ഥ വളരെ പരിതാപകരമാണ്. ഉത്തർപ്രദേശിന്റെയും മധ്യപ്രദേശിന്റെയും ഒക്കെ ഉൾനാടുകളിലെ ഗ്രാമീണ വീടുകളുടെ അവസ്ഥ ഇതുതന്നെയാണ്. ഒരു വാതിലുണ്ട്. അതിന്റെ ഒരു സുരക്ഷിതത്വത്തിലാണ് ജീവിക്കുന്നത്. ഒരു ഭാഗത്ത് തിണ്ണയിൽ ഒരു അടുപ്പ്, പിന്നെ ഒരു ചായ്പ്. അവിടെ ഇട്ടിരിക്കുന്ന കട്ടിലിലാണ് പ്രേംലാലിന്റെ വിശ്രമം. തീരെ ദുർബലമായ ശരീരമാണ്. ഈ കട്ടിലാണ് ഇവരുടെ ഒരു പ്രധാന ജംഗമ വസ്തു എന്ന് പറയാം. കുഴമണ്ണ് കൊണ്ട് പ്ലാസ്റ്റർ ചെയ്ത വീട്. പ്രേംലാലിന് ഒരു മകനുണ്ട്. മകനും ടൗണിലെ ഒരു തൊഴിലാളിയാണ്. അയാൾ ടൗണിനടുത്ത് വേറൊരു സ്ഥലത്തുള്ള വീട്ടിലാണ് ഭാര്യയ്ക്കൊപ്പം താമസിക്കുന്നത്. അപ്പോഴേക്കും മകൾ വന്നു. ഒരു മകളും ഇവരുടെ കൂടെ ഇവിടെ താമസിക്കുന്നുണ്ട്. മകൾക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലെന്ന് പ്രേംലാൽ പറഞ്ഞു. അങ്ങനെ കുറെ നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു.